ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ദോശയും അതുപോലെ തന്നെ ഇഡ്ഡലിയും ഒക്കെ എന്നും കഴിച്ച് നമുക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പ് ദോശകൾ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ദോശയുടെ വേറൊരു വേർഷൻ ഊത്തപ്പം റെഡിയാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വേണ്ട ഐറ്റംസ്, ഊത്തപ്പത്തിന് വേണ്ട ഐറ്റംസ്, ഞാനിന്ന് ഒണിയൻ ഊത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് സവോള വളരെ ഫൈനായിട്ട് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഗ്രീൻ ചില്ലിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഗീ അടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പാന് ഒന്ന് ചൂടായപ്പോഴത്തേനും ഇതാ ദോശമാവ് ഒഴിച്ചു. അപ്പം നമുക്ക് ഊത്തപ്പം ആണെങ്കിലും നോർമൽ ദോശയാണെങ്കിലും വളരെ തിക്കായിട്ടും റെഡിയാക്കാം, തിന്നായിട്ടും നെയ് റോസ്റ്റ് പോലെ ഗീ റോസ്റ്റ് പോലെ റെഡിയാക്കാം. അപ്പോൾ എനിക്ക് ഏതൊരു ദോശയും കുറച്ച് തിക്കായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് വേണ്ട പാകത്തിനുള്ള മാവ് ഞാൻ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഒണിയനും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓരോന്നോരോന്നായിട്ട് ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ദോശയുടെ മുകളിലായിട്ട് വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത സവോളയും അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ ചില്ലിയൊക്കെ ഇട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് ദോശ, നമ്മുടെ ഒണിയൻ ഊത്തപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലർ ഒണിയൻ ഊത്തപ്പത്തിന് നല്ലെണ്ണ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് തൂക്കാറുണ്ട്. അപ്പം ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഫ്ലേവറിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ചേർക്കുന്നത് ഗീ ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ഒരു ഗീ മെൽറ്റായി വരുമ്പോഴത്തേനും ആ ഒരു ഒണിയൻ ഉണ്ടല്ലോ, ഒണിയൻ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഈ ഒണിയനും എല്ലാം കൂടെ ചേർക്കുമ്പോൾ ആ ഒരു മിക്സ്ഡ് ഫ്ലേവർ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഒണിയൻ ഊത്തപ്പത്തിൻ്റെ കൂടെ ഞാൻ ഒരു ചട്നി റെഡിയാക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ സംഭവമാണ്, അതും കൂടി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു സൈഡ് ആയിട്ടുണ്ട്, അപ്പോഴത്തേനും ഞാൻ തിരിച്ചിടുകയാണ് കേട്ടോ. തിരിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേനും ആ ഒരു നമ്മുടെ ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ ഒണിയനൊക്കെ ലൈറ്റ് ഒരു നന്നായി കുറച്ച് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നീട് ആ ഗീയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഭയങ്കര ടേസ്റ്റാണ്, ഒരു അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നമ്മുടെ ഈ ദോശപ്പൊടി ഉണ്ടല്ലോ, ഈ ഒരു ഐറ്റം, ഇതെന്ന് പറയുന്നത് ഞാൻ റെഡിയാക്കിയതല്ല. ഉഴുന്നും നമ്മുടെ പരിപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഈ ഒരു ദോശപ്പൊടി ഉണ്ടല്ലോ, ഇത് അമ്മച്ചി എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് തന്നുവിടുന്നതാണ്. ഈ ഒരു ആവശ്യമുള്ള ഐറ്റംസ് കൂടുതലും ഞാൻ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ചമ്മന്തിപ്പൊടിയായിട്ടും ഇതുപോലെ തന്നെ ദോശപ്പൊടി, ഈ ഒരു ഇഡ്ഡലിപ്പൊടിയായിട്ടും, അങ്ങനെ എല്ലാം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അവക എല്ലാ ഐറ്റംസും നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ ഒരു ദോശപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല. അത് വേറൊരു ദിവസം ഞാൻ പൊടിദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദിവസം ഞാൻ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മുടെ ദോശപ്പൊടി കുറച്ച് നാളായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ദോശപ്പൊടി എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഞാൻ ചാലിക്കുവാണ്. ഇതിൽ ഉപ്പും കാര്യങ്ങളും ഒന്നും ചേർക്കണ്ട, എല്ലാം ഇട്ട് തന്നെയാണ് റെഡിയാക്കിക്കൊണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കൊക്കനട്ട് ഓയിൽ ഒഴിച്ച് ഒന്ന് ചാലിച്ചെടുക്കുകയാണ്. ഇതിനും ചിലർ നല്ലെണ്ണ, ഈ ഒരു ദോശപ്പൊടിക്ക് നല്ലെണ്ണയിൽ ചാലിച്ച് മുക്കി കഴിക്കാറുണ്ട്. അതും ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അപ്പം എനിക്ക് നല്ലെണ്ണയിലേക്കാളും ഇഷ്ടം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ദോശപ്പൊടി ചാലിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് ഞാൻ ഊത്തപ്പത്തിന്. ഞാൻ പൊതുവേ ഈ ദോശയ്ക്ക് നമുക്ക് ചമ്മന്തി സാമ്പാറൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇത് കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കുക്ക് ചെയ്യാനായിട്ട് ടൈം ഇല്ലാത്ത ദിവസങ്ങളിലും കുറച്ച് മടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ദോശയ്ക്കാണേലും ഇഡ്ഡലിക്കാണേലും ഈ ഒരു പൊടി വെളിച്ചെണ്ണയിൽ ചാലിച്ച് അത് മുക്കിയാണ് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ പൊടിദോശ ഉണ്ടാക്കാറുണ്ട്. വളരെ തിന്നായിട്ട് ഗീ റോസ്റ്റ് പോലെ ചുട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഈ ഒരു സെയിം പൊടി തന്നെ സ്പ്രെഡ് ചെയ്യും. പിന്നെ നമ്മുടെ ഇന്ന് ഞാൻ ഒണിയൻ ഊത്തപ്പം കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഊത്തപ്പത്തിൻ്റെ മുകളിൽ കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്തിട്ട് ചുട്ടെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇന്ന് ഞാൻ ഈ ദോശയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ഈ ഒരു പൊടി ചട്നിയാണ് ഞാൻ ഇന്ന് ഈ ഒരു ദോശയുടെ ഒണിയൻ ഊത്തപ്പത്തിൻ്റെ കോമ്പിനേഷനായിട്ട് എടുക്കുന്നത്. ഞാൻ ഇന്ന് ഈ ഒരു പൊടി ചട്നിയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ഡിന്നറാണ്. അപ്പം
എനിക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഊത്തപ്പമാണ്, ഓണിയൻ ഊത്തപ്പമാണ് ഞാൻ റെഡിയാക്കുന്നത്. പിന്നെ ഇന്ന് ഓണിയനും ഗ്രീൻ ചില്ലിയും മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് വെജിറ്റബിൾ ഊത്തപ്പം റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും, ടൊമാറ്റോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിതാ 1 by 1 ആയിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തയിലും ആ ഒരു ഫസ്റ്റ് പ്രോസസ്സ് തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ദോശമാവ് ഒഴിച്ചു. പിന്നീട് ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ ഒരു ഗ്രീൻ ചില്ലിയുടെയും സവോളയുടെയും ആ ഒരു മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഈ ഒരു നമ്മുടെ സവോള ഉണ്ടല്ലോ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ മൊരിഞ്ഞു, ആ ഒരു ലൈറ്റ്, ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് നമ്മുടെ സവോള ആകുമ്പോഴത്തേനും അത് കുക്കായിട്ടുണ്ട്. എനിക്ക് ആ ഒരു പാകമാണ് ഇഷ്ടം. പിന്നെ ഒണിയൻ ഊത്തപ്പം എന്ന് പറയുമ്പോഴത്തേനും സവോള കൂടുതൽ ഇഷ്ടമുള്ളവർ, സവോള കടിക്കാൻ ഇഷ്ടമുള്ളവർ കൂടുതൽ എക്സ്ട്രാ ആഡ് ചെയ്തോളുക. വളരെ കുറച്ച് മതി എന്നുള്ളവർ കുറച്ച് ആഡ് ചെയ്തോളുക. എനിക്ക് സവോളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സവോളയും ഗാർലിക്കും ഒക്കെ കുറച്ച് കൂടുതൽ കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നമ്മുടെ ഈ ഒരു ഇഡ്ഡലി പൊടിയുണ്ടല്ലോ അതും കൂട്ടിയിട്ട് ഇത് കഴിക്കുമ്പോൾ ആ ഗീ എന്ന് പറയുന്ന എല്ലായിടത്തും സ്പ്രെഡായി ഭയങ്കര ഒരു ടേസ്റ്റാണ്, ഭയങ്കര ഒരു ഫ്ലേവറാണ് നമ്മൾ ഗീ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തിക്കായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. തിന്നായിട്ട് നമുക്ക് ചെയ്ത് ഇതുപോലെ എടുക്കുന്നവർക്ക് തിന്നായിട്ട് എടുക്കാം. കൂടുതൽ പേർക്കും തിന്നായിട്ട് ഊത്തപ്പവും അതുപോലെ തന്നെ ഗീ റോസ്റ്റും ഒക്കെ ദോശയൊക്കെ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും ഇഷ്ടം. എനിക്കിങ്ങനെ കുറച്ച് കട്ടിക്കുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു 2-3 എണ്ണം റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 1-2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം സ്റ്റൊമക്ക് ഫില്ലാകും. അപ്പോൾ എന്താണേലും ഞാൻ ദോശമാവ് കുറച്ചുള്ളത് അതങ്ങ് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഒരു 3 ഒണിയൻ ഊത്തപ്പമാണ് ഞാൻ ഇപ്പോൾ റെഡിയാക്കുന്നത്. ഞാൻ ഈ മുന്നേ പറഞ്ഞതുപോലെ വെജിറ്റബിൾ ഊത്തപ്പം ഒക്കെ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. സവോള, ക്യാരറ്റ്, ടൊമാറ്റോ, ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ക്യാപ്സിക്കം, ഇഷ്ടമുള്ള ഐറ്റംസ് എല്ലാം ആഡ് ചെയ്തിട്ട്, അപ്പോൾ കുട്ടികൾക്കെന്ന് പറയുമ്പോഴത്തേനും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ നമുക്ക് അങ്ങനെ റെഡിയാക്കുവാണെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ചെറിയ മുഴുപ്പിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പാൻ കേക്ക് പോലെ ചെറിയ റൗണ്ടായിട്ട് ചുട്ടു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ വക ഐറ്റംസൊക്കെ കഴിക്കാൻ. ഞാൻ ടേബിളിലേക്ക് ഞാൻ റെഡിയാക്കി എൻ്റെ ഒണിയൻ ഊത്തപ്പം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. പൊടി വെളിച്ചെണ്ണയിൽ ചാലിച്ച്, ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണയിലാണ് പൊടി ചാലിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒണിയൻ ഊത്തപ്പം വിത്ത് പൊടി ചട്നി എന്ന് പറയുന്നത്. ഒരു അസാധ്യ കോമ്പിനേഷനാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഇഡലിയും ദോശയും ഒക്കെ കഴിച്ച് ബോറ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഡിഫറൻറ്റ് ദോശകൾ റെഡിയാക്കി കഴിക്കുക. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു ഒണിയൻ ഊത്തപ്പത്തിൻ്റെ മുകളിൽ ഈ ഒരു ദോശപ്പൊടി ഉള്ളവർ പൊടിയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒണിയൻ ഊത്തപ്പം എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒണിയൻ ഊത്തപ്പം പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനത് കഴിച്ച് നോക്കുകയാണ് കേട്ടോ. ഒരു പീസ് കട്ട് ചെയ്തിട്ട് ആ ഒരു ചട്നിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ദോശമാവോ ഇഡ്ഡലി മാവോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഒണിയൻ ഊത്തപ്പം മാത്രമല്ല, കുട്ടികൾക്ക് വെജിറ്റബിൾ ഊത്തപ്പവും നിങ്ങൾ മസ്റ്റായിട്ട് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ഒണിയൻ ഊത്തപ്പം നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ സവോളയുടെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടേണ്ടവർക്ക് കൂട്ടാം, കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.